ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈ വെജിറ്റബിൾ തോരനാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന വെജിറ്റബിൾ തോരന് ഒന്ന് ഡ്രൈ ആയിട്ട് ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലുള്ളൊരു വലിയ പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ വലിയ പാത്രം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്തിയിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്കൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ കടുക് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് തന്നെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3-4 വറ്റൽമുളക് വരെ ചേർത്തിട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ വറ്റൽമുളക്. ഞാനൊരു 3 വറ്റൽമുളക് വരെ ചേർത്തിയിട്ടുണ്ട്. ഒരു വറ്റൽമുളക് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കുകയാണ്. അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഉഴുന്ന് പരിപ്പാണ്. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ്. അതല്ല ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ് ഉള്ളതെങ്കിൽ അത് ചേർത്തിയാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീ വളരെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം, അതല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിയിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് കൂടെ ചേർക്കാം. അങ്ങനെ ഒരു 1.25 കപ്പോളം തേങ്ങ ചിരകിയത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഈ ഒരു തോരനകത്ത് കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും 1.25 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് എടുക്കുമ്പം നിങ്ങൾ ഫ്രീസറിലൊക്കെ വെച്ച് നല്ല കട്ടിയായിട്ട് കുറേ പഴക്കമുള്ള തേങ്ങ ഒന്നും എടുക്കണ്ട കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചത്, നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള ചൂടായിട്ട് പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണത്. ചെറുതാക്കി പാനിലിട്ട് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു തേങ്ങ നമ്മൾ സാധാരണ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കില്ല, ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ആ തേങ്ങയിലെ ആ നനവൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നന്നാക്കി ഒരു മുരിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈപ്പിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല കളറിലായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇത് മാറ്റിയിട്ട് വെക്കാം. ഇനി നമ്മൾ ബാക്കി നമ്മുടെ തോരൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് അതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ടും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ വെളുത്തുള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 1 മുതൽ 1.25 ടേബിൾ സ്പൂണോളം വരെ എടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞെടുക്കുമ്പം അത്രയും ക്വാണ്ടിറ്റി വരെ എടുക്കാം. അത് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. അത്യാവശ്യം കുറച്ച് വലിയ സവാള നന്നായിട്ട് ഫൈനായി പൊടിയായിട്ട് അരിഞ്ഞെടുക്കില്ലേ, ആ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുക്കാം കേട്ടോ, നല്ല കട്ടിയിലല്ലാതെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്തിട്ട് ചേർക്കാം. എന്നിട്ട് അതുകൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ നമ്മളതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഒരു വെജിറ്റബിൾ തോരനിൽ ചേർക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് ക്യാബേജാണ്. ഏകദേശം ഒരു 2-3 കപ്പോളം ക്യാബേജ് അരിഞ്ഞെടുത്ത് ഞാൻ ചേർത്തിയിട്ടുണ്ട്. ഞാനിതിപ്പം സദ്യവട്ടങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടും ക്യാബേജ് തോരൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 2-3 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് നമ്മുടെ ക്യാരറ്റ് വളരെ പൊടിയായിട്ട് അരിഞ്ഞും ചേർത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്ത് വരെ നമ്മുടെ ബീൻസ് അതും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്തിയിട്ടുണ്ട്. ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല, കൂടുതൽ 3ഉം ഒരുമിച്ച് ഒരേ അളവിൽ തന്നെ എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ പിന്നെ അത് ഏതാണെന്നൊന്നും സെപ്പറേറ്റ് നമുക്ക് അറിയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് 3ഉം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മളത് സാധാരണ തോരനൊക്കെ ചെയ്യുന്ന പോലെ അടച്ചു വെച്ചിട്ട്, അതായത് ആവി കയറ്റിയിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ വഴറ്റിയെടുത്തിട്ടാണ് നമ്മളിത് ഒരു മിക്സ്ഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തോരനാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വഴറ്റുന്ന പ്രൊസീജിയർ കുറച്ച് ടൈം തന്നെ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഈ മഞ്ഞൾപ്പൊടി കുറക്കുന്നത് നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല കളർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും മഞ്ഞൾപ്പൊടിയുടെ. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. കൂടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം കേട്ടോ. നമ്മുടെ എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം മുളക് പൊടി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് വഴറ്റിയെടുത്തിട്ട് കളർ മാറുന്ന വരെ ഇത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഓയിൽ നമ്മൾ കൂടുതൽ ചേർക്കുന്നതോറും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാറ്. ആ ഓയിൽ അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനും പറ്റും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നാക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഡ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നന്നായി ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഓൾറെഡി നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് കൂടെ വേണം കേട്ടോ. പക്ഷെ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. തേങ്ങാക്കൊത്ത് ഞാൻ സെപ്പറേറ്റ് ഓയിലിൽ ചൂടാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഫൈനലായിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്തുകൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഒരിത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഏകദേശം നമ്മുടെ ഒരു തേങ്ങയുടെ മിക്സും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരേ കളറും അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമുക്കതൊരു ക്രിസ്പി ആയിട്ട് തോന്നും. അപ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങയുടെ കൊത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു സദ്യയുടെ തിരക്കിലായതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വെജിറ്റബിൾ തോരൻ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്